മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ രാഹുൽ ഈശ്വറിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ റിപ്പോർട്ടറിന്. രാഹുൽ ഈശ്വർ ചിത്രീകരിച്ച വീഡിയോ അന്വേഷണ സംഘം കണ്ടെടുത്തു. ലാപ്ടോപ്പിൽ യുവതിയുടെ ചിത്രങ്ങളടക്കമുണ്ട്. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ്. വിധി അല്പസമയത്തിനകം മഞ്ജുവിൽ നിന്ന് നമുക്കറിയാം. വിവരങ്ങളുമായി ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത്? ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ, അതായത് അതിജീവിതയെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വീഡിയോ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ഇന്നലെ രാത്രി മുതൽക്ക് തന്നെ അന്വേഷണ സംഘം നടത്തിയത്. ഇതിൽ ലാപ്ടോപ്പ്, ഈ വീഡിയോ അടങ്ങിയ ലാപ്ടോപ്പ് രാഹുൽ ഈശ്വർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് വീഡിയോയിൽ തന്നെ, അതായത് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ലാപ്ടോപ്പ് ഇന്ന് ഉച്ചയോടുകൂടി പൗടിക്കോണത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ആ ലാപ്ടോപ്പിൽ നിന്ന് ഈ വീഡിയോ, അതായത് പരാതിക്ക് ആധാരമായ ആ വീഡിയോ കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ അതിജീവിതയുടെ ചിത്രങ്ങൾ കൂടി ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഗുരുതര സ്വഭാവത്തിൽ തന്നെ അത് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ രാഹുൽ ഈശ്വറിനെതിരായിട്ടുള്ള തെളിവായി നിരത്തിയിരിക്കുന്നത്. മാത്രമല്ല, അന്വേഷണത്തോട് ഒരു രീതിയിലും രാഹുൽ ഈശ്വർ സഹകരിക്കുന്നില്ല. തുടക്കത്തിൽ ലാപ്ടോപ്പ് ചോദിച്ച സമയത്ത് അത് ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം യുവതിയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തിയതിന്റെ വിവരങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നടക്കം ചോദിച്ച സമയത്ത് രാഹുൽ ഈശ്വർ ഇതിനൊന്നും തന്നെ മറുപടി നൽകിയില്ല. പൂർണ്ണമായിട്ടും നിസ്സഹകരണമാണ് അന്വേഷണത്തോട് പ്രഖ്യാപിച്ചത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പരാതി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരോപണമായി. രാഹുൽ ഈശ്വർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നതുകൂടി പറയുകയല്ലേ? പ്രത്യേകിച്ചും പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മളടക്കം കേട്ടതുമല്ലേ ഹരി? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല, വീഡിയോയിൽ അടക്കം തന്നെ ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടൊക്കെ തന്നെ നമ്മൾ കാണുകയുമുണ്ടായി. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിക്കും എന്നുള്ള ഒരു കാര്യം രാഹുൽ ഈശ്വർ പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നപ്പോഴൊക്കെ തന്നെ പ്രതികരിക്കുകയുമുണ്ടായി. ആ പ്രതികരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും എന്നുള്ളതായിരുന്നു. മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് താൻ ഇതുവരെ ചെയ്തു പോകുന്ന ആ വീഡിയോകളൊക്കെ തന്നെ, താൻ ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ, അല്ലെങ്കിൽ താൻ ചെയ്തു പോകുന്ന പ്രവർത്തികളൊക്കെ തന്നെ ആവർത്തിക്കുമെന്നുള്ള നിലയിലുള്ള പ്രതികരണമായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് മുമ്പാണ് വാദം കഴിഞ്ഞത്. ആ വാദത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറയുകയുണ്ടായി. അതായത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന രാഹുൽ ഈശ്വർ ഇക്കാര്യങ്ങൾ, അതായത് കുറ്റകൃത്യം ആവർത്തിക്കും എന്നുള്ള നിലപാട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, മാത്രമല്ല സമാനമായ കാര്യങ്ങൾ വരുമ്പോൾ, കേസുകൾ വരുമ്പോൾ അതിൽ തന്റെ ഒരു സ്റ്റാൻഡ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന രാഹുൽ ഈശ്വറിനെ പലവട്ടം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജാമ്യാപേക്ഷയുടെ വാദത്തിൽ ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ്, അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ സ്ഥിരമായി ഏർപ്പെടുന്നയാളാണ് എന്നതാണോ അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത് ഹരി? സുജയ, അതിനോടൊപ്പം തന്നെ പറയുന്ന കാര്യങ്ങൾ മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ, നേമം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലൊക്കെ അടക്കം രാഹുൽ ഈശ്വറിനെതിരെ വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം. അതായത് രാഹുൽ ഈശ്വർ നിരന്തരമായി ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപ പരാമർശങ്ങൾ, ഒപ്പം തന്നെ ഇത്തരത്തിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം മറ്റുള്ളവർക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്ന അടക്കമുള്ള കേസുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള നിലയിൽ തന്നെ എന്നതല്ലേ പോലീസിന്റെ വാദം? ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് ജാമ്യം നൽകരുത് എന്നതല്ലേ പോലീസിന്റെ വാദം? തീർച്ചയായിട്ടും സുജയ, ആ വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയിരിക്കുന്നത്. ജാമ്യം ഒരു കാരണവശാലും നൽകരുത് എന്നുള്ളതാണ് കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയിരിക്കുന്നത്. ജാമ്യ ഹർജിയിൽ അതിജീവിതയെ ഒരു തരത്തിലും അപമാനിക്കുകയോ അവഹേളിക്കുകയോ അധിക്ഷേപിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള വാദം രാഹുൽ ഈശ്വർ ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ അക്കാര്യങ്ങളെല്ലാം തന്നെ ഖണ്ഡിച്ചുകൊണ്ടാണ് കോടതിക്ക് മുൻപാകെ തെളിവുകൾ ഹാജരാക്കിയിട്ടുള്ളത്. ആ തെളിവുകൾ വളരെ നിർണായകമാണ്, ഡിജിറ്റൽ തെളിവുകളാണ് എന്നുള്ളതാണ്. അതായത് ഈ ലാപ്ടോപ്പും ഐപാഡും മൊബൈൽ ഫോണും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കൈകളിലുണ്ട്. അതിനകത്തുനിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ ഒക്കെ തന്നെ വളരെ നിർണായകമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ടുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സമാന കുറ്റകൃത്യങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്നുള്ളത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണം ശരിയായ ദിശയിൽ നടക്കണമെങ്കിൽ, അന്വേഷണം വഴിതെറ്റാതെ മുന്നോട്ട് പോകണമെങ്കിൽ രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്യണം. അതിൽ ഇനി രാഹുൽ ഈശ്വറിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിച്ചുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. രാഹുൽ ഈശ്വറിന്റെ ഓഫീസിൽ പരിശോധന
വിധി ഇപ്പോൾ വരാൻ പോവുകയാണ്. അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചോളൂ ഹരിമോഹൻ. സായ്കുമാർ നമുക്കൊപ്പം നിൽക്കുന്നു. സായ്കുമാർ, ഗുഡ് ഈവനിംഗ്. ജാമ്യ ഹർജിയെ എതിർക്കുകയാണ് പ്രോസിക്യൂഷൻ. കാരണം തെളിവുകൾ മാത്രമല്ല, ഈ തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നു ഞാൻ ഇത് ചെയ്യും, ഇനിയും ചെയ്യും എന്ന് പറയുന്ന രാഹുൽ ഈശ്വറിനെയാണ് നമ്മൾ കാണുന്നത്. അത് കോടതിയുടെ മുന്നിലേക്കും എത്തില്ലേ? തീർച്ചയായും സുജിയ, അത് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കുറ്റകൃത്യം താൻ ആവർത്തിക്കും. അതൊരു കുറ്റകൃത്യമായേ രാഹുൽ കാണുന്നില്ല. അത് പുരുഷ സമൂഹത്തിന് വേണ്ടി താൻ നടത്തുന്ന പോരാട്ടം എന്നൊക്കെയാണ് അയാൾ അവകാശപ്പെടുന്നത്. ഇന്നലെ മുതൽ നമ്മൾ ആ നാടകവും പരാക്രമവും ഒക്കെ കാണുകയാണ്. പോലീസ് കസ്റ്റഡിയിലായാലും വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമ്പോഴായാലും വീണ്ടും വീണ്ടും അതേ കാര്യം. താൻ ഇരയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനായി തൻ്റെ പ്രവർത്തനം തുടരും എന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അതായത് സായ്കുമാർ, ഇപ്പോൾ മെറ്റയ്ക്ക് പോലീസ് അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇതുവരെ വന്നിരിക്കുന്ന വീഡിയോസ്, കമന്റുകൾ അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത വീഡിയോ ചെയ്യാനാണ് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ രാഹുൽ ഈശ്വർ തുനിയുക. അത് കൃത്യമായ അന്വേഷണ സംഘത്തിന് ഇന്ന് കോടതിയിൽ സ്ഥാപിക്കാനായോ? തീർച്ചയായും ഏകദേശം 12ലധികം വീഡിയോകളാണ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ രാഹുൽ ഈശ്വർ ചെയ്തത്. അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടും അങ്ങേയറ്റം മോശമായ രീതിയിൽ ഈ അതിജീവിതയെ കുറ്റപ്പെടുത്തുന്ന, അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ അന്വേഷണവുമായോ ചോദ്യം ചെയ്യലുമായോ ഒരു തരത്തിലും രാഹുൽ ഈശ്വർ സഹകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. തെളിവുകളെല്ലാം പ്രോസിക്യൂഷൻ ഇന്ന് നിരത്തിയിട്ടുണ്ട്. രാഹുൽ ചിത്രീകരിച്ച വീഡിയോ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ യുവതിയുടെ ചിത്രങ്ങളടക്കം, ഈ അതിജീവിതയുടെ ചിത്രങ്ങളടക്കം ഈ ലാപ്ടോപ്പിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണങ്ങളോട് സഹകരിക്കാൻ രാഹുൽ ഈശ്വർ തയ്യാറാകുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമ്പോഴും കോടതിയിലേക്ക് എത്തിക്കുമ്പോഴുമൊക്കെ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് ഒരു കൂസലുമില്ലാതെ താൻ ഈ പണി ഇനിയും തുടരും എന്ന് തന്നെയാണ്. ഈ പണി എന്ന് പറയുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ അധിക്ഷേപം അത് ഇതേ രീതിയിൽ തന്നെ തുടരും എന്നാണ് രാഹുൽ ആവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും അത് തുടരും എന്ന് വെല്ലുവിളി നടത്തുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നത്. എന്തായാലും കോടതി ഏത് തരത്തിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങളും പിടിച്ചെടുത്ത തെളിവുകളും എല്ലാം മുഖവിലേക്ക് എടുക്കുന്നത് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം. ഇന്നലെയാണ് രാഹുൽ ഈശ്വറിനെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്, പിന്നീട് സൈബർ പോലീസിന് കൈമാറി. ആ സമയത്ത് തന്നെ ഇതിൽ ഏറ്റവും സുപ്രധാനമായ ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ താൻ ഒളിപ്പിക്കുകയാണ് എന്ന് വീഡിയോ ചെയ്ത വിചിത്ര രീതിയും നമ്മൾ കണ്ടു. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമ്പോഴായാലും എല്ലാ സമയത്തും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല, താൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയാണ് സംസാരിച്ചത്. രാഹുൽ സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നയാൾ എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി എങ്ങനെയാണ് കണക്കിലെടുത്തിരിക്കുന്നത്? ജാമ്യം കൊടുക്കാതിരിക്കുമോ അതോ ജാമ്യം കിട്ടുമോ? അറസ്റ്റ് നിയമപരമല്ല എന്ന വാദം അതാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ചത്. സ്ഥിരം കുറ്റവാളി എന്ന വാദം മറുഭാഗത്തും. ഇതിലേതാണ് കോടതി കണക്കിലെടുത്തതെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. വിധി വരുമ്പോൾ വീണ്ടും എത്താം നമുക്ക് ഈ വാർത്തയിലേക്ക്.